ഇവൻ്റെ അമ്മ ഇവനോട് പറയാണ്, നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ്. സ്കൂളിൽ പോകാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവനിത് സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് ആയതുകൊണ്ട് അവന് ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. അവൻ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവന് പെട്ടെന്ന് ഫെയിൻ്റായി വീഴുകയാണ്. ഇവൻ ആദ്യമേ ഒരു പ്രാവശ്യം അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ തല ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ അമ്മ വിചാരിച്ചത് അവൻ സ്കൂളിൽ പോകാതിരിക്കാൻ കള്ളം പറയുകയാണെന്നാണ്. ഹോസ്പിറ്റലിൽ അവർ CT സ്കാൻ എടുക്കാൻ പറയുമ്പോൾ ഇവൻ്റെ അമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നേരെ അവനെ തിരിച്ച് സ്കൂളിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തിട്ടും അവൻ്റെ അമ്മ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇവൻ കള്ളം പറയുന്നതാണെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ സ്കൂളിൽ വെച്ച് ഫെയിൻ്റായപ്പോൾ ഇവനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അവന് ഒട്ടും തന്നെ ബോധമില്ലായിരുന്നു. ഹാർട്ട് ബീറ്റൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവന് CPR ഒക്കെ കൊടുക്കുകയാണ്. അവൻ്റെ കണ്ടീഷൻ വളരെ സിവിയർ ആയിരുന്നു. അവൻ്റെ ബ്രെയിൻ ഹെമറോയിഡ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് അവൾ ചോദിക്കുകയാണ്, ഞാൻ CT സ്കാൻ ചെയ്യാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അവനിങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ ഡോക്ടറും പറയുകയാണ്, ഈ സിറ്റുവേഷൻ നമുക്ക് തടയാൻ പറ്റുമായിരുന്നു CT സ്കാൻ എടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ അവൻ്റെ അമ്മ ഒരുപാട് കരയും കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് അവൻ്റെ അമ്മയ്ക്ക്. അതുപോലെ ഇവൻ്റെ അമ്മ ഡോക്ടറോട് കരഞ്ഞ് പറയുന്നുണ്ട്, ഇവൻ വളരെ ചെറിയ പ്രായമാണ്, ഇവനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവനെ രക്ഷിക്കണമെന്നൊക്കെ. താങ്ക് യു.